ഒരു വശത്തെ അമേരിക്കയും ഇറാനും തമ്മിലുള്ള നേരിട്ടുള്ള സൈനിക പോരാട്ടം തുടർച്ചയായ 10ാം ദിവസത്തിലേക്ക് കടക്കുമ്പോൾ മറുവശത്ത് ലോക സമ്പദ് വ്യവസ്ഥയെ തന്നെ തകിടം മറിക്കാൻ പോകുന്ന പുതിയൊരു യുദ്ധമുഖം തുറന്നിരിക്കുകയാണ്. മിഡിൽ ഈസ്റ്റിൽ യുദ്ധം ഇനി ഇറാനും അമേരിക്കയും തമ്മിലുള്ള പോരാട്ടം മാത്രമല്ല, ഇപ്പോൾ യമനിലെ ഹൂതി വിമതരും നേരിട്ട് കളത്തിലിറങ്ങിയിരിക്കുകയാണ്. US സൈന്യത്തിന്റെ അതിരൂക്ഷമായ വ്യോമാക്രമണങ്ങൾക്കിടയിൽ ഏറ്റുമുട്ടലിൽ അമേരിക്കൻ സൈനികർ കൊല്ലപ്പെട്ടതായിട്ട് പെന്റഗൺ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചു കഴിഞ്ഞു. എന്നാൽ ഇതിലും വലിയ പ്രഹരമായി യമനിലെ ഹൂതി വിമതർ ഇപ്പോൾ സൗദി അറേബ്യയ്ക്ക് മേലൊരു മാരിടൈം ഉപരോധം പ്രഖ്യാപിച്ചിരിക്കുന്നു. സ്ട്രേറ്റ് ഓഫ് ഹോർമുസ് നിലവിൽ ഇറാന്റെ നിരീക്ഷണത്തിലായിരിക്കെ ചെങ്കടലിലേക്കുള്ള പ്രവേശന കവാടമായ ലോകത്തിലെ ഏറ്റവും നിർണായകമായ കടൽപാതകളിലൊന്നായ ബാബൽ മന്ദബ് സ്ട്രീറ്റ്, ഇതിലാണ് ഈ ഒരു ഭീഷണി. ഈ ഒരു പ്രഖ്യാപനം യാഥാർത്ഥ്യമായാൽ എണ്ണവില മുതൽ ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുടെ ഇറക്കുമതി കയറ്റുമതി വരെ വലിയ ആഘാതമുണ്ടാകും. എന്താണ് ഹൂതികളുടെ ലക്ഷ്യം? സൗദിയുടെ മറുപടി എന്താണ്? ലോകം എന്തുകൊണ്ടാണ് ഇതിനെ ഇത്രയും ഗൗരവമായിട്ട് കാണുന്നത്? ഏറ്റവും പുതിയ വിവരങ്ങളോടെ വിശദമായിട്ട് നോക്കാം. ആദ്യം തന്നെ US ഇറാൻ പോരാട്ടത്തിലെ ഏറ്റവും പുതിയ അപ്ഡേറ്റ്സ് ഒന്ന് പരിശോധിക്കാം. തുടർച്ചയായ എയർ സ്ട്രൈക്കുകൾ, ഇറാന്റെ കമാൻഡ് സെന്ററുകൾ, ഡ്രോൺ മിസൈൽ വിക്ഷേപണ കേന്ദ്രങ്ങൾ, എയർ ഡിഫൻസ് സിസ്റ്റംസ് എന്നിവ തകർക്കാനായിട്ട് അമേരിക്ക എയർ അറ്റാക്കുകൾ വ്യാപിച്ചിരിക്കുകയാണ്. അമേരിക്കൻ സൈനികർ കൊല്ലപ്പെട്ടിട്ടുണ്ട്. ഇറാന്റെ ഭാഗത്തു നിന്നുണ്ടായ മിസൈൽ ഡ്രോൺ ആക്രമണങ്ങളിൽ ജോർദാനിലെയും ഇറാഖിലെയും US താവളങ്ങളിൽ വെച്ച് ചില അമേരിക്കൻ സൈനികർ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായിട്ട് പെന്റഗൺ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചു. അടുത്തത് ട്രംപിന്റെ മുന്നറിയിപ്പാണ്. പുതിയ അപ്ഡേറ്റ്: കൊല്ലപ്പെട്ട അമേരിക്കൻ സൈനികരുടെ ഓർമ്മയ്ക്ക് മുൻപിൽ ആദരാഞ്ജലികൾ അർപ്പിച്ച US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇതിന് ഇറാൻ വൻ വില നൽകേണ്ടി വരും എന്നാണ് വീണ്ടും മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. തൊട്ടടുത്തുള്ള കുവൈറ്റിലും മറ്റ് ഗൾഫ് രാജ്യങ്ങളിലുമുള്ള അമേരിക്കൻ താവളങ്ങൾക്ക് നേരെയും പ്രത്യാക്രമണം ഉണ്ടായിട്ടുണ്ട്. അതായത് പോരാട്ടം പതുക്കെ കുറയുകയല്ല, മറിച്ച് കൂടുതൽ രൂക്ഷമാവുകയാണ്. ഇനി ഈ ഒരു യുദ്ധത്തിലെ ഏറ്റവും അപകടകരമായ വഴിത്തിരിവിലേക്ക് വരാം. യമനിലെ ഇറാൻ അനുകൂല ഹൂതി ഗ്രൂപ്പ് തങ്ങളുടെ ശത്രു രാജ്യമായ സൗദി അറേബ്യയ്ക്ക് മേൽ നാവിക വിലക്ക് അല്ലെങ്കിൽ മാരിടൈം എംബാർഗോ പ്രഖ്യാപിച്ചിരിക്കുന്നു. ഹൂതി സൈനിക വക്താവ് യഹ്യ സാരി ഔദ്യോഗിക പ്രസ്താവനയിലൂടെയാണ് ഈ വിവരം അറിയിച്ചത്. കണ്ണിന് പകരം കണ്ണ് എന്ന നയമാണ് അവർ ഉയർത്തിക്കാട്ടുന്നത്. എന്തുകൊണ്ട് ഹൂതികൾ ഇപ്പോൾ സൗദിയെ ലക്ഷ്യമിടുന്നു? ഒന്ന്, സന എയർപോർട്ട് തർക്കം. കഴിഞ്ഞ ആഴ്ച യമനിലെ സന എയർപോർട്ടിന് നേരെ സൗദി സഖ്യസേന നടത്തിയ വ്യോമാക്രമണത്തിന് പ്രതികാരമായിട്ടാണ് ഈ നീക്കമെന്നാണ് ഹൂതികളുടെ വാദം. 2, ബാബൽ മന്ദബ് കടലിടുക്ക് പൂട്ടിയിടൽ. ഹൂതികൾ നിയന്ത്രിക്കുന്ന പ്രദേശങ്ങൾക്ക് ചേർന്നാണ് ചെങ്കടലിലേക്ക് പ്രവേശിക്കുന്ന ബാബൽ മന്ദബ് ജലപാത സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ മിസൈലുകളും ഡ്രോണുകളും വിന്യസിച്ച് സൗദി തുറമുഖങ്ങളിലേക്ക് പോകുന്ന കപ്പലുകളെയും എണ്ണ ടാങ്കറുകളെയും തടയുമെന്നാണ് ഭീഷണി. മൂന്നാമത്തേത്, സൗദിയുടെ ലൈഫ് ലൈൻ മുറിക്കൽ. ഹോർമുസ് കടലിടുക്ക് തടസ്സപ്പെട്ടതോടെ സൗദി അറേബ്യ തങ്ങളുടെ ഈസ്റ്റ് വെസ്റ്റ് പൈപ്പ് ലൈൻ വഴി ചെങ്കടലിലെ റെഡ് സീ പോർട്ടുകൾ ഉപയോഗിച്ചിട്ടാണ് എണ്ണ കയറ്റുമതി പുനഃസ്ഥാപിക്കാൻ ശ്രമിക്കുന്നത്. അതിനാണ് ഹൂതികൾ ഇപ്പോൾ വലിയൊരു തടസ്സം സൃഷ്ടിച്ചിരിക്കുന്നത്. ഈ പുതിയ നാവിക ഉപരോധം ആഗോളതലത്തിൽ സൃഷ്ടിക്കാൻ പോകുന്ന പ്രത്യാഘാതം എന്താണ് എന്നറിയാമോ? 7% എണ്ണ വിതരണം തടസ്സപ്പെടും. ലോകത്തെ ആകെ ക്രൂഡ് ഓയിൽ സപ്ലൈയുടെ 7% ഒഴുകുന്നത് ബാബൽ മന്ദബ് പാതയിലൂടെയാണ്. ഹോർമുസ് കടലിടുക്കും കൂടി അടഞ്ഞ അവസ്ഥയിലായതിനാൽ ലോകത്തെ പ്രധാനപ്പെട്ട 2 എണ്ണ കയറ്റുമതി റൂട്ടുകളും ഒരേ സമയം പ്രതിസന്ധിയിലാവുകയാണ്. ഇനി ഇൻഷുറൻസ് നിരക്കും ചരക്കുകൂലിയും കൂടും. ചെങ്കടലിലൂടെ പോകുന്ന ചരക്ക് കപ്പലുകളുടെ ഇൻഷുറൻസ് തുക കുത്തനെ ഉയർന്നു കഴിഞ്ഞു. കപ്പലുകൾ ആഫ്രിക്ക ചുറ്റി സഞ്ചരിക്കേണ്ടി വന്നാൽ ചരക്ക് നീക്കം ആഴ്ചകളോളം വൈകും. അടുത്തത്, സൗദി സഖ്യസേനയുടെ പ്രതികരണമാണ്. ഹൂതികളുടെ ഈ പ്രഖ്യാപനത്തിന് പിന്നാലെ തങ്ങളുടെ കപ്പലുകൾക്ക് സുരക്ഷ ഉറപ്പാക്കുമെന്നും ഹൂതികളുടെ ഭാഗത്തു നിന്ന് ഏതൊരു നീക്കം ഉണ്ടായാലും ശക്തമായിട്ട് തിരിച്ചടിക്കുമെന്നും സൗദി നേതൃത്വത്തിലുള്ള സഖ്യസേന മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. എന്നാൽ അണിയറയിൽ ഖത്തർ, പാകിസ്ഥാൻ തുടങ്ങിയ രാജ്യങ്ങൾ വഴി നയതന്ത്ര ചർച്ചകൾക്കുള്ള ശ്രമങ്ങളും നടക്കുന്നുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഏറ്റവും പുതിയ വിവരം അനുസരിച്ച് ഹൂതികളുടെ സൗദി നേവൽ ബ്ലോക്കേഡ് പ്രഖ്യാപനം നിലനിൽക്കുന്നു. സൗദി അറേബ്യ വാണിജ്യ കപ്പലുകളുടെ സുരക്ഷ ശക്തമാക്കിയിട്ടുണ്ട്. റെഡ് സീ വഴി പോകുന്ന കപ്പലുകൾക്ക് വാർ റിസ്ക് ഇൻഷുറൻസ് ചെലവ് ഉയർന്നിട്ടുണ്ട്. ഷിപ്പിംഗ് കമ്പനികൾ സ്ഥിതിഗതികൾ സൂക്ഷ്മമായി നിരീക്ഷിക്കുകയാണ്. അതേസമയം അമേരിക്ക ഇറാൻ സംഘർഷം കുറയ്ക്കാൻ നയതന്ത്ര ശ്രമങ്ങൾ തുടരുന്നുണ്ടെങ്കിലും ഇതുവരെ ഔദ്യോഗിക വെടിനിർത്തൽ പ്രഖ്യാപിച്ചിട്ടില്ല. ഹൂതികളുടെ ഈ പ്രഖ്യാപനം വെറും ഒരു സൈനിക ഭീഷണി മാത്രമല്ല, ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കടൽ വ്യാപാര പാതകളിലൊന്നിന്റെ സുരക്ഷയെ ചോദ്യം ചെയ്യുന്ന നീക്കമാണ്. ബാബൽ മന്ദബിൽ അനിശ്ചിതത്വം കൂടിയാൽ എണ്ണവില, ചരക്ക് ഗതാഗതം, ഇൻഷുറൻസ് ചെലവ്, ഒടുവിൽ സാധാരണ ജനങ്ങൾ വാങ്ങുന്ന ഉൽപ്പന്നങ്ങളുടെ വില വരെ അതിന്റെ ആഘാതമെത്താം. ഇനി നിർണായകമായ ചോദ്യം ഒന്ന് മാത്രം: ഈ ഒരു പ്രതിസന്ധി നയതന്ത്ര ചർച്ചകളിലൂടെ അവസാനിക്കുമോ, അല്ലെങ്കിൽ മിഡിൽ ഈസ്റ്റിൽ മറ്റൊരു പുതിയ യുദ്ധമുഖം കൂടി തുറക്കുമോ? അതാണ് ഇപ്പോൾ ലോകം മുഴുവൻ നോക്കുന്നത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.